മണിക്കൂർക്കിടെ വ്യാജ മാലമോഷണ കേസിൽ പ്രതി ചേർത്ത ബിന്ദു നിരപരാധിയാണെന്ന് ക്രൈംബ്രാഞ്ച്. പരാതിക്കാരോട് തെറ്റായ മൊഴി നൽകാൻ നിർദ്ദേശിച്ചത് പോലീസാണെന്നും SHO ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ഉറച്ച നിലപാടിലാണ് കുറ്റാരോപണം നേരിട്ട ബിന്ദു. തെറ്റിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് തന്നത് പ്രസാദും അവിടെയുള്ള ഉദ്യോഗസ്ഥരുമാണ്. ഈ ഓമന ഡാനിയിലും മാല കിട്ടി എന്ന് വന്ന് പറഞ്ഞ് സോഫയുടെ അടിയിൽ നിന്ന് മാല കിട്ടി എന്ന് വന്ന് പറഞ്ഞിട്ടും ആ കുറ്റം എൻ്റെ തലയിൽ വെച്ച് തന്നത് പ്രസാദും അവിടെയുള്ള ഉദ്യോഗസ്ഥരുമാണ്. ആ കുറ്റം ബിന്ദുവിൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. ബിന്ദുവിനൊരു മോഷ്ടാവായി ചിത്രീകരിക്കുകയാണ് അവരുടെ ഉദ്ദേശം. ഇനിയുള്ള നീതി കിട്ടുന്നേരം ഞാനും എൻ്റെ ഭർത്താവും ഇതിനു വേണ്ടി പോവും. നീതി കിട്ടുന്നേരം പോവും. എവിടെ 2 വർഷമല്ല 3 വർഷമായാലും നമുക്ക് ഇത് നീതി കിട്ടണം. കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ്. മീര മനോഹരനാണ് വിവരങ്ങളുമായി ചേർന്നത്. മീര, എന്തായാലും പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം, പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എന്താണ് ബിന്ദു പറയുന്നത്? മാലമോഷണ കുറ്റം ചുമത്തി ഒരു ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെച്ച സംഭവത്തിലാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം പോലീസ് പറഞ്ഞതൊക്കെയും കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ജില്ലയ്ക്ക് പുറത്തുള്ള, അതായത് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP ആയ KA വിദ്യാധരനായിരുന്നു ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെയും പൊളിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചത് ബിന്ദു ഇത്തരത്തിൽ ആ വീട്ടിൽ നിന്ന് മോഷണം നടത്തി എന്നുള്ളത് തന്നെയായിരുന്നു പോലീസ് പറയുന്നുണ്ടായത്. എന്നാൽ അതിനെ തകർക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം ബിന്ദു ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഈ വീട്ടുടമസ്ഥയായ ഓമന ഡാനിയലിന് അന്നേ ദിവസം തന്നെ ആ മാല തിരിച്ചു കിട്ടുന്നുണ്ട്. അത് കിട്ടിയത് ചവറ്റുകുട്ടയിൽ നിന്ന് പറയണം എന്നുൾപ്പെടെയുള്ള മൊഴി പോലീസാണ് പറഞ്ഞു കൊടുത്തതെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടുടമസ്ഥയായ ഓമന ഡാനിയലിന് ഈ മാല ലഭിക്കുന്നത് സോഫയ്ക്ക് അടുത്ത് നിന്നാണെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ആ മാല അവിടെ വെച്ചത് അവർ തന്നെയാണ്. ഇവർക്ക് ഈ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ മറന്നുപോയതാണെന്നുള്ള ഒരു വിവരം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പോലീസുകാർക്ക് ഈ ഒരു സംഭവത്തിൽ, ഈ കേസിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ ഒരു പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഭക്ഷണമോ വെള്ളമോ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അനുവദിക്കാതെ അവിടെ പിടിച്ചുവെച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യാജ മാലമോഷണ കുറ്റം ചുമത്തി എന്നതിലുപരി മനുഷ്യാവകാശ ലംഘനം കൂടി ആ ഒരു കേസിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ ഇടപെട്ട ഒരു കേസായിരുന്നു ഇത്. ആ കേസിലാണ് ഇപ്പോൾ ബിന്ദുവിനെ അനുകൂലമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നീതിക്ക് വേണ്ടി ഇനിയും പോരാടും എന്നുള്ളത് തന്നെയാണ് ബിന്ദു എന്തായാലും പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി ബിന്ദു ഈ ഒരു പ്രതികരണത്തിൽ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്.